രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? ഈ പാട്ട് ഇപ്പോൾ വെറുമൊരു സിനിമാ ഗാനം മാത്രമല്ല, ചന്ദ്രലേഖ എന്ന ഒരു വീട്ടമ്മയെ ലോകത്തിന് പരിചയപ്പെടുത്തിയ സംഗീതമാണ്. പത്തനംതിട്ട വടശ്ശേരിക്കര പറങ്കിമാമുട്ടിൽ രഘുനാഥിന്റെ ഭാര്യ ചന്ദ്രലേഖ ഇന്ന് ലോകം അറിയുന്ന ഗായികയായി മാറി. നരിക്കുഴിക്കുന്നിലെ തന്റെ ചെറിയ വീട്ടിലിരുന്ന് പാടിയ ഗാനദൃശ്യം അനുജൻ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ അറിയിക്കുകയായിരുന്നു. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ? ചന്ദ്രലേഖയുടെ സ്വരസൗന്ദര്യം തിരിച്ചറിഞ്ഞ ആസ്വാദക ലോകം അഭിനന്ദനങ്ങളുമായി എത്തി. വീട്ടിൽ മാധ്യമങ്ങളുടെ തിരക്ക്, ആൽബങ്ങളിലും സിനിമകളിലും പാടാൻ അവസരം. ചന്ദ്രലേഖയുടെ ഇഷ്ടഗായിക ചിത്ര നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ഈ വീട്ടമ്മ നിറഞ്ഞ സന്തോഷത്തിലാണ്. അപ്പം ദൈവം എൻ്റെ, ഞാനത് പറഞ്ഞില്ലല്ലോ, എൻ്റെ അനുജനാണ് എനിക്ക് ഇതുപോലെ ഫേസ്ബുക്കിലേക്ക് ഇടുവാനും വെറുതെ അവൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ്. ചേച്ചി നമുക്ക് ഫേസ്ബുക്കിൽ ഞാൻ ഇടും എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇടുകയും അതുപോലെ അവനിലൂടെ ദൈവം പ്രവർത്തിച്ചെന്ന് വേണം എനിക്ക് പറയാൻ. അങ്ങനെ അതൊരു നിമിത്തമായിട്ട് മാറി. LIC ജീവനക്കാരനായ ഭർത്താവ് രഘുനാഥും മകൻ ശ്രീഹരിയും അമ്മ തങ്കമ്മയ്ക്കുമൊപ്പമാണ് ചന്ദ്രലേഖയുടെ താമസം. ചരിത്രത്തിൽ ബിരുദം നേടി ജീവിത പ്രയാസത്തിൽ ബിരുദാനന്തര ബിരുദം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് യുവജനോത്സവങ്ങളിൽ പാടിയിരുന്ന ഈ ഗായിക സംഗീതത്തെ വ്യവസ്ഥാപിതമായി അഭ്യസിച്ചിട്ടില്ല. ഏവരും വലിയ തോതിൽ തന്നെ അഭിനന്ദിക്കുമ്പോഴും ആഗ്രഹം ചെറുതുമാത്രം, ഒരു സ്റ്റുഡിയോയിൽ ഒന്ന് പാടണം എന്നതാണ്. ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം യു ഷൈജു, മീഡിയ 1 പത്തനംതിട്ട.